നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2018 നടത്തിയ HSST ഹിന്ദി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഏക് ജമീൻ അപ്നി കിസ്കാ ഉപന്യാസ് ഹെ. ചോദ്യം ഒന്നുകൂടി പറയാം. ഏക് ജമീൻ അപ്നി കിസ്കാ ഉപന്യാസ് ഹെ. ഓപ്ഷൻസ് വായിക്കാം. മധു കാങ്കരിയ, അനാമിക, ചിത്ര മുതുകൽ, കൃഷ്ണ സോപ്തി. ഉത്തരം ചിത്ര മുതുകൽ. രണ്ടാമത്തെ ചോദ്യം, ബിനാ തേജ് കെ പുരുഷ് की अवशी अवज्ञा हुई, आगी बुझे जो राख की आप चुवे सब कोई, ये दोहा किसका है? എന്നിട്ട് വായിക്കാം. बिना तेज के पुरुष की अवशी अवज्ञा हुई, आगी बुझे जो राख की आप चुवे सब कोई, ये दोहा किसका है? ऑप्शंस तुलसीदास, सूरदास, बिहारी, रहीम. आंसर तुलसीदास. ब्राह्मण अपभ्रंश से किस भाषा की उत्पत्ति मानी जाती है? മൂന്നാമത്തെ ചോദ്യമാണ്, ബ്രാഹ്മൺ अपभ्रंश से किस भाषा की उत्पत्ति मानी जाती है? ऑप्शंस व्रज, अवधी, गढ़ी बोली, സിന്ധി. ഉത്തരം സിന്ധിയാണ്. നാലാമത്തെ ചോദ്യം, പ്രവാസി കെ ഗീത് കിസ്കാ കാവ്യ ഹെ? ഓപ്ഷൻസ് കീർത്തി ചൗധരി, ദിനകർ, നരേന്ദ്ര ശർമ്മ, ഹരി ഔധ്. ചോദ്യം ഒന്നുകൂടി വായിക്കാം. പ്രവാസി കെ ഗീത് കിസ്കാ കാവ്യ ഹെ? നരേന്ദ്ര ശർമ്മയാണ് ആൻസർ. ലഞ്ച് കിസ്കി വ്യംഗ്യ രചന ഹെ? ലഞ്ച് किसकी व्यंग्य रचना है? राजीव गर्ग, हरिशंकर परसाई, शरद जोशी, नागार्जुन. ഓപ്ഷൻസ് ഒന്നുകൂടി വായിക്കാം. രാജീവ് ഗർഗ്, ഹരിശങ്കർ പർസായി, ശരത് ജോഷി, നാഗാർജുൻ. ശരത് ജോഷിയാണ് ഉത്തരം. പാർശ്വിക് വ്യഞ്ജൻ കോൺസാ ഹെ? ആറാമത്തെ ചോദ്യമാണ്. പാർശ്വിക് വ്യഞ്ജൻ കോൺസാ ഹെ? ഓപ്ഷൻസ് ലാ, പ, ഹ, ക. ഓപ്ഷൻ എ ല, ഓപ്ഷൻ ബി പ, ഓപ്ഷൻ സി ഹ, ഓപ്ഷൻ ഡി ക. പാർഷിക വ്യഞ്ജൻ ഇതിൽ ലായാണ്. വക്ത് കിസ്കി രചന ഹെ? ഏഴാമത്തെ ചോദ്യമാണ്. വക്ത് കിസ്കി രചന ഹെ? ഓപ്ഷൻ എ ഉദയ് പ്രകാശ്, ഓപ്ഷൻ ബി അരുൺ കമൽ, ഓപ്ഷൻ സി ഭഗവത് റാവത്ത്, ഓപ്ഷൻ ഡി ഗോരഖ് പാണ്ഡെ. उत्तरम अरुण कमल. दिनकर की किस कृति में कर्ण के चरित्र को आधुनिक मानववाद के परिप्रेक्ष्य में उद्घाटित करने का प्रयास किया है? ചോദ്യം ഒന്നുകൂടി വായിക്കാം. ദിനകർ की किस कृति में कर्ण के चरित्र को आधुनिक मानवतावाद के परिप्रेक्ष्य में उद्घाटित करने का प्रयास किया है? ഉത്തരം ഓപ്ഷൻ ബി ആണ് ഉത്തരം. രശ്മിരതി. ഒൻപതാമത്തെ ചോദ്യം, ഭാരോപ്യ परिवार की भाषाओं में केंतुम वर्ग की एक शाखा कौन सी है? ചോദ്യം ഒന്നുകൂടി വായിക്കാം. ഭാരോപ്യ परिवार की भाषाओं में केंतुम वर्ग की एक शाखा कौन सी है? ऑप्शन ए स्लाव, ऑप्शन बी बाल्टिक, ऑप्शन सी भारत ईरानी, ऑप्शन डी ग्रीक. ऑप्शंस ഒന്നുകൂടി വായിക്കാം. ഓപ്ഷൻ എ സ്ലാവ്, ഓപ്ഷൻ ബി ബാൾട്ടിക്, ഓപ്ഷൻ സി ഭാരത് ഇറാനി, ഓപ്ഷൻ ഡി ഗ്രീക്ക്. ഉത്തരം ഗ്രീക്കാണ്. പത്താമത്തെ ക്വസ്റ്റ്യൻ, भूरी भूरी घाकदूल किसका काव्य संग्रह है? ऑप्शन ए केदारनाथ अग्रवाल, ऑप्शन बी भवानी प्रसाद मिश्र, ऑप्शन सी शमशेर बहादुर सिंह, ऑप्शन डी गजानन माधव मुक्तिबोध. ചോദ്യം, भूरी भूरी घाकदूल किसका काव्य संग्रह है? गजानन माधव मुक्तिबोधाണ് ഉത്തരം. करुण रस का स्थायी भाव क्या है? करुण रस का स्थायी भाव क्या है? ऑप्शन ए करुणा,
ഓപ്ഷൻ ബി നിർവേദ്, ഓപ്ഷൻ സി ഷോഗ്, ഓപ്ഷൻ ഡി ജുഗുപ്സ. അപ്പോൾ കരുൺ രസിൻ്റെ സ്ഥായി ഭാവം എന്ന് പറയുന്നത് ഷോഗാണ്. 12ാമത്തെ ചോദ്യം, വൈദിക് ഹിംസ ഹിംസ ന ഭവതി കാ നാട്യരൂപ് ക്യാ ഹെ? വൈദിക് ഹിംസ ഹിംസ ന ഭവതി കാ നാട്യരൂപ് ക്യാ ഹെ? ഓപ്ഷൻ എ പ്രഹസൻ, ഓപ്ഷൻ ബി ഭാൺ, ഓപ്ഷൻ സി നാട്ടിക, ഓപ്ഷൻ ഡി ഗീതി നാട്യം. അപ്പോൾ വൈദിക് ഹിംസ ഹിംസ ന ഭവതി എന്ന് പറയുന്ന നാട്യരൂപ് പ്രഹസനാണ്. 13ാമത്തെ ചോദ്യം, ആഖിരി ചട്ടാൻ തക് കിസ്കാ യാത്രാ വൃത്താന്ത് ഹെ? ഓപ്ഷൻ എ രാംവിലാസ് ശർമ്മ, ഓപ്ഷൻ ബി മോഹൻ രാകേഷ്, ഓപ്ഷൻ സി രാംഘേയ് രാഘവ്, ഓപ്ഷൻ ഡി പന്ത്. ആഖിരി ചട്ടാൻ തക്ക് മോഹൻ രാകേഷിൻ്റെ യാത്രാവൃത്താന്താണ്. 14ാമത്തെ ചോദ്യം, രാജ്ഭാഷാ ആയോഗ് കാ ഗഠൻ കബ് കിയാ ഗയാ? 1955, 1957, 1953, 1954. ഓപ്ഷൻ എ 1955 രാജ്ഭാഷാ ആയോഗ് നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, ഡാക് ബംഗ്ല കിസ്കി രചന ഹെ? ഡാക് ബംഗ്ല കിസ്കി രചന ഹെ? ഓപ്ഷൻ എ രാജേന്ദ്ര പ്രസാദ്, ഓപ്ഷൻ ബി കമലേശ്വർ, ഓപ്ഷൻ സി മന്നു ഭണ്ഡാരി, ഓപ്ഷൻ ഡി यशपाल. डाक बंगला कमलेश्वर की रचना है. संप्रेषण को कलात्मक क्रियाशीलता के लिए तात्विक मानने वाले विचारक कौन है? संप्रेषण को कलात्मक क्रियाशीलता के लिए तात्विक मानने वाले विचारक कौन है? ऑप्शन ए अरस्तु, ऑप्शन बी कॉलरिज, ऑप्शन सी प्लेटो, ऑप्शन डी I.E. റിച്ചർഡ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, I.E. റിച്ചർഡ്സ്. ഓപ്ഷൻ ഡി I.E. റിച്ചർഡ്സ്. അടുത്തത് 17ാമത്തെ ചോദ്യമാണ്, ഭാഷാ യാ വാക്യ की लघुत्तम साधारण इकाई कौन सी है? भाषा या वाक्य की लघुत्तम साधारण इकाई कौन सी है? ऑप्शन ए रूपिम, ऑप्ഷൻ ബി സ്വരൂപ്, ഓപ്ഷൻ സി പദബന്ധ്, ഓപ്ഷൻ ഡി പദ്. അപ്പോൾ ഭാഷയുടെയോ അല്ലെങ്കിൽ വാക്യത്തിൻ്റെയോ ലഘുതം സാധാരണ ഇക്കായി എന്ന് പറയുന്നത് റൂപ്പിം ആണ്. 18ാമത്തെ ചോദ്യം, घर निकासी किसका कविता संग्रह है? घर निकासी किसका कविता संग्रह है? ऑप्शन ए हरिश्चंद्र पांडे, ऑप्शन बी लीलाधर जगूडी, ऑप्शन सी नीलेश रघुवंशी, ऑप्शन डी उदय प्रकाश. 18ാമത്തെ ചോദ്യം, घर निकासी किसका कविता संग्रह है? नीलेश रघुवंशी की നീലേഷ് രഘുവംശാണ് ഘർ നിക്കാസി എന്ന കവിതാ സംഗ്രഹത്തിൻ്റെ രചയിത. 19ാമത്തെ ചോദ്യം, അഗ്യേ ദ്വാരാ ലിഖിത് നാടക് കौन सा है? ऑप्शन ए सथानीरा, ऑप्शन बी विपतका, ऑप्शन सी त्रिशंकु, ऑप्शन डी उत्तर प्रियदर्शी. ഓപ്ഷൻ ഡി ഉത്തർ പ്രിയദർശിയാണ് ഉത്തരം. അഗ്നേയൻ്റെ നാടകമാണ് ഉത്തർ പ്രിയദർശി. 20ാമത്തെ ചോദ്യം, ദേശ് വിദേശ് കിസ്കാ യാത്രാ സാഹിത്യ है? देश विदेश किसका यात्रा साहित्य है? ऑप्शन ए विष्णु प्रभाकर, ऑप्शन बी नरेश मेहता, ऑप्शन सी ദിനകർ, ഓപ്ഷൻ ഡി ഹിമാംശു ജോഷി. അപ്പോൾ ദേശ് വിദേശ് എന്ന് പറയുന്ന യാത്രാ സാഹിത്യ ഓപ്ഷൻ സി ആണ് ഉത്തരം, ദിനകർ. 21ാമത്തെ ചോദ്യം, आदिवासी को केंद्र में रखकर लिखा गया मैत्रेयी पुष्पा का सशक्त उपन्यास कौन सा है? आदिवासी जीवन को केंद्र में रखकर लिखा गया मैत्रेयी पुष्पा का सशक्त उपन्यास कौन सा है? ऑप्शन ए इदन्नमा, ऑप्शन बी चाक, ऑप्शन सी विजन, ऑप्ഷൻ ഡി അൽമ കബൂത്തരി. 21ാമത്തേൻ്റെ ഉത്തരം അൽമ കബൂത്തരി. മൈത്രേയി പുഷ്പയുടെ ആദിവാസി ജീവിതത്തെ കേന്ദ്രമാക്കി രചിച്ചിട്ടുള്ള ഉപന്യാസമാണ് അൽമ കബൂത്തരി. 22ാമത്തെ ചോദ്യം, പെരിപ്സിസ്
के लेखक कौन है? ऑप्शन ए इलियट, ऑप्शन बी अरस्तु, ऑप्शन सी റിച്ചാർഡ്സ്, ഓപ്ഷൻ ഡി ലോഞ്ചൈനസ്. പെരിയുപ്സിൻ്റെ ലേഖക് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ലോഞ്ചൈനസ് ആണ്. ഗംഗാ തട്ട് കിസ്കാ കവിതാ സംഗ്രഹ് है? गंगा तट किसका कविता संग्रह है? ऑप्शन ए ज्ञानेन्द्रपति, ऑप्शन बी उदय प्रकाश, ऑप्ഷൻ സി അരുൺ കമൽ, ഓപ്ഷൻ ഡി അനാമിക. ഗംഗാതട് എന്ന് പറയുന്നത് ജ്ഞാനേന്ദ്രപതിയുടെ കവിതാ സംഗ്രഹമാണ്. 24ാമത്തെ ചോദ്യം 24ാമത്തെ ചോദ്യം. कुलीन परिवारों में औरतों की सामाजिक, आर्थिक और मानसिक स्थिति के मकड़जाल को चीर फाड़ कर समझने, सुधारने, सुलझने की मंगल कांक्षा में किया गया यह गंभीर समाजशास्त्रीय अध्ययन है. प्रभा गैतान के किस उपन्यास के बारे में ऐसा कहा गया है? ചോദ്യം ഒന്നുകൂടി വായിക്കാം. कुलीन परिवारों में औरतों की सामाजिक, आर्थिक और मानसिक स्थिति के मकड़जाल को चीर फाड़ कर समझने, सुधारने, सुलझाने की मंगलाकांक्षा में किया गया यह गंभीर समाजशास्त्रीय अध्ययन है. प्रभा गैतान के किस उपन्यास के बारे में ऐसा कहा गया है? ऑप्शन छिन्नस्ता, ऑप्शन बी एड्स, ऑप्शन सी स्त्री, ऑप्ഷൻ ഡി പീലി ആന്ധി. അപ്പോൾ ഓപ്ഷൻ എ ചിന്നസ്ത ആണ് പ്രഭാ ഗേത്താൻ്റെ ഉപന്യാസ്. 25ാമത്തെ ചോദ്യം. നൃശംസ് കിസ്കി കവിതാ സംഗ്രഹ് है? നൃശംസ് കിസ്കി കവിതാ സംഗ്രഹ് है? ऑप्शन ए लोक बाबू, ऑप्शन बी अवधेश प्रीत, ऑप्शन सी जयनंदन, ऑप्शन डी उदय प्रकाश. നൃശംസ് കിസ്കാ കവിതാ സംഗ്രഹ് है? അവധേഷ് പ്രീത്തിൻ്റെയാണ്. അടുത്ത ചോദ്യം 26ാമത്തത്. ലിറിക്കൽ ബാലഡ്സ് കിസ്കി രചന है? ലിറിക്കൽ ബാലഡ്സ് കിസ്കി രചന है? ऑप्शन सी വില്യം വേർഡ്സ്വർത്ത്, ऑप्शन बी കോളറിഡ്ജ്, ऑप्शन सी മാത്യു അർണോൾഡ്, ऑप्शन डी ടി എസ് ഇലിയറ്റ്. ലിറിക്കൽ ബാലഡ്സ് വില്യം വേർഡ്സ്വർത്തിൻ്റെയാണ്. വില്യം വേർഡ്സ്വർത്ത്. 27ാമത്തെ ചോദ്യം. മാനവത കോൺസാ ശബ്ദഭേദ് है? मानवता कौन सा शब्द भेद है? ऑप्शन ए रूढ़, ऑप्शन बी यौगिक, ऑप्शन सी योगरूढ़, ऑप्शन डी व्यंजक. मानवता शब्द कौन सा शब्द भेद है? ऑप्शन ए रूढ़, ऑप्शन बी यौगिक, ऑप्शन सी योगरूढ़, ऑप्शन डी व्यंजक. ऑप्शन बी ആണ് ഉത്തരം, യൗഗിക്. ऑप्शन बी यौगिक. 28ാമത്തെ ചോദ്യം. दो चेहरे किसका दलित नाटक है? दो चेहरे किसका दलित नाटक है? ऑप्शन ए सूरजपाल चौहान, ऑप्शन बी ओम प्रकाश वाल्मीकि, ऑप्शन सी कंवल भारती, ऑप्शन डी मोहनदास नैमिषराय. दो चेहरे നാട്ടക് ഓം പ്രകാശ് വാൽമീകിയുടെയാണ്. അടുത്ത ചോദ്യം. बहुभाषी देश की संप्रेषण व्यवस्था को बनाए रखने के लिए किस भाषा का जन्म होता है? बहुभाषी देश की संप्रेषण व्यवस्था को बनाए रखने के लिए किस भाषा का जन्म होता है? ऑप्शन ए प्रशासनिक भाषा, ऑप्शन बी राष्ट्रभाषा, ऑप्शन सी राजभाषा, ऑप्शन डी संपर्क भाषा. ऑप्शन बी ആണ് ഉത്തരം, राष्ट्रभाषा. 30ാമത്തെ ചോദ്യം. दिनेश जो आधुनिकता एवं जाति के नियमों पर अटका हुआ एक दलित शिक्षित युवक है, वो ओम प्रकाश वाल्मीकि की किस कहानी का पात्र है? दिनेश जो आधुनिकता एवं जाति के नियमों पर अटका हुआ एक दलित शिक्षित युवक है, वो
ओम प्रकाश वाल्मीकि की किस कहानी का पात्र है? ऑप्शन ए सपना, ऑप्शन बी बैल की घाल, ऑप्शन सी गौहत्या, ഓപ്ഷൻ ഡി ബൈ. ഓപ്ഷൻ ഡി ഭൈ ആണ് ഉത്തരം. ഇതിൻ്റെ ബാക്കി ചോദ്യങ്ങൾ ഞാൻ ഉടൻ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.